പാഠപുസ്തകത്തിൽ പിടിവച്ച് കണ്ട് പിടിവിട്ടുകൂടുമെന്ന് നീ പറഞ്ഞുകൊണ്ട് കുട്ടി പച്ചമാന നമ്മളെ കുട്ടി പച്ചമാന നമ്മളെ ഇപ്പോഴാത്ത ചരിത്രമന്വേഷിച്ചുള്ള യാത്രകൾക്ക് ദിക്കുകളും മതിലുകളും തടസ്സമാകില്ല. യാത്രയെ ശീലമാക്കിയ, ജീവിതമാക്കി മാറ്റിയ മനുഷ്യൻ സി മുഹമ്മദ് കുഞ്ഞി എന്ന കാസർഗോഡൻ ലോകസഞ്ചാരിയുടെ ജീവിതം അങ്ങനെയൊന്നാണ്. പരുപരുത്ത ജീവിത യാഥാർത്ഥ്യങ്ങളോട് സഹന സമരം നടത്തി വളർന്നുവന്ന ഒരു സാധാരണക്കാരൻ. കാഞ്ഞങ്ങാട് അജാനൂർ ഇട്ടമ്മലിൽ കർഷക കുടുംബത്തിൽ ജനനം. കുറുപ്പില്ലത്ത് ഹുസൈനാറിൻ്റെയും ദൈനബിയുടെയും 11 മക്കളിൽ 6ാമനായി സി മുഹമ്മദ് കുഞ്ഞി. പട്ടിണി നിറഞ്ഞ ബാല്യത്തിലും പഠനവും സഹജീവി സ്നേഹവും കൈമുതലാക്കി വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അനുഭവങ്ങൾ ഊർജമാക്കി. ചോർന്നൊലിക്കുന്ന വീട്ടിൽ പലപ്പോഴും അന്തിയുറങ്ങാൻ കഴിയാതെ അയൽ വീടുകളിലേക്ക് കിടന്നുറങ്ങാൻ പോയ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട്. എൻ്റെ പിതാവ് ഒരു കർഷകനായിരുന്നു. ചെറുപ്രായത്തിൽ തന്നെ പിതാവിനെ സഹായിക്കുന്നതിന് വേണ്ടി കാർഷിക ജോലികളിൽ ഞാൻ ഏർപ്പെട്ടിരുന്നു. ആ കാലഘട്ടം എന്ന് പറയുന്നത് 3 നേരം ഭക്ഷണം കഴിക്കുന്നവർ വളരെ പരിമിതമായിരുന്നു. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്തൊരു കാലഘട്ടം. ഉടുതുണിക്ക് മറുപടിയില്ലാതെ വിഷമിച്ചിരുന്നൊരു കാലഘട്ടം. പലപ്പോഴും സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ പട്ടിണിയായിരിക്കും. പക്ഷേ തൊട്ടടുത്ത എൻ്റെ UP സ്കൂളിലെ അധ്യാപകൻ അച്യുത മാസ്റ്ററുടെ വീട്ടിൽ പലപ്പോഴും എനിക്കൊരു സ്പേസ് ഉണ്ടായിരുന്നു. അവരുടെ സഹധർമ്മിണി, ഞങ്ങൾ അമ്മയെ എന്നാണ് വിളിക്കാറുള്ളത്, അവർ പലപ്പോഴും എനിക്ക് ഭക്ഷണം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു വീട്ടിലുള്ള കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ ഒരുപാട് കാലം സ്റ്റേഷൻ മാസ്റ്ററായി ജോലി ചെയ്യുന്ന അബ്രഹിം മാങ്കുട്ടി മാസ്റ്ററുടെ വീട്ടിലും അവരുടെ സഹധർമ്മിണി സാറുമ്മ എൻ്റെ ഒരു മാതാവിനെ പോലെ എന്നെ പരിചരിച്ചത് ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവമായിരുന്നു. കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ മിടുക്കനായ പ്രാസംഗികന് രാഷ്ട്രീയ വഴി തുറക്കാൻ തടസ്സമേതുമുണ്ടായില്ല. നന്നേ ചെറുപ്പത്തിൽ MSFന്റെ നേതൃത്വ സ്ഥാനത്ത് നിന്നും മുസ്ലിം ലീഗിന്റെ സംഘടനാ ഉത്തരവാദിത്തങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് മുഹമ്മദ് കുഞ്ഞി ഏറ്റെടുക്കുന്നത്. എൻ്റെ ക്ലാസ്മേറ്റാണ്. നമ്മൾ 79 മുതൽ 82 മാർച്ച് വരെ ഒന്നിച്ച് പഠിച്ചതാണ് നെഹ്റു കോളേജിൽ. അപ്പോൾ ഡിഗ്രിയിൽ നമ്മൾ കാരണം വെച്ചാൽ പുള്ളി MSFും ഞാൻ കേരള സ്റ്റുഡൻസ് യൂണിയൻ്റെ ആളുമായിരുന്നു. അപ്പോൾ അന്ന് നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടേത് KSU മാത്രമേ ഉണ്ടായിരുന്നു. നമ്മളൊരു 10-15 ആൾക്കാരാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് മുഹമ്മദ് കുഞ്ഞിയുടെ ഫുൾ സപ്പോർട്ട് നമ്മുടെ ഈ വിഭാഗത്തിന് ഉണ്ടായിരുന്നു, മനസ്സിലായി. അപ്പോൾ മുഹമ്മദ് കുഞ്ഞി സിൻസിയറായിട്ട് നമ്മുടെ ആ KSU സപ്പോർട്ട് ചെയ്ത് നമ്മൾ ഒന്നിച്ച് മത്സരിച്ചിരുന്നു. ഹൈസ്കൂളിൽ ഞാനും ഞങ്ങൾ ഒരുമിച്ച് പഠിക്കുന്ന അവസരത്തിൽ ആർക്കും ഇല്ലാത്ത ഒരുതരം സ്പിരിറ്റാണ് മമ്മജിക്കുന്നത്. അത് രാഷ്ട്രീയ സ്പിരിറ്റായാലും സ്പോർട്സ് സ്പിരിറ്റായാലും ശരി, എല്ലാത്തിനും ഒരു ഫുട്ബോളിൻ്റെ ആയാലും ശരി ഭയങ്കര സ്പിരിറ്റാണ്. അതുമല്ല പഠിക്കാൻ
അതിമിടുക്കനാണ്. എനിക്ക് ഒന്നും അറിയില്ല സ്കൂളിൽ പഠിക്കാൻ. അധ്യാപക സമരം തന്നെയാണ് എൻ്റെ ഓർമ്മ. സ്കൂളിൽ അടച്ചിട്ടാകുമ്പോൾ ഇവൻ എൻ്റെ വിളിച്ചിട്ട് കൂട്ടി കൊണ്ടുവന്നിട്ട് നമുക്ക് ഈ സ്കൂൾ തുറപ്പിക്കണം. അങ്ങനെ സുമതി ടീച്ചർ എന്ന് പറഞ്ഞാൽ അയാളുടെ കയ്യിലാണ് ഈ സ്കൂളിൻ്റെ ചാവി. അങ്ങനെ അയാൾ ചാവി ചോദിച്ചിട്ട് തന്നിട്ടില്ല. അങ്ങനെ ഇവനെന്നെ ഒരു ബടിയെടുത്ത് കൊണ്ടിട്ട് ഇതിനിടയിൽ ഇട്ടിട്ട് ഇതിൻ്റെ കൈ തുറന്നിട്ട് ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ചു. പഠനം അന്യമായിരുന്ന മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികളെ വിദ്യാഭ്യാസത്തിന്റെ ലോകത്തേക്ക് കൈപിടിച്ച് നടത്താൻ CH മുഹമ്മദ് കോയയുടെ പ്രസംഗങ്ങൾ C മുഹമ്മദ് കുഞ്ഞിക്ക് വഴികാട്ടിയായി. ലീഗ് രാഷ്ട്രീയത്തിലേക്ക് വന്നതിന് ശേഷം നമ്മുടെ ഈ പ്രദേശത്തൊക്കെ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സർക്കാർ മേഖലയിലായാലും അത് എയ്ഡഡ് മേഖലയിലായാലും അൺഎയ്ഡഡ് മേഖലയിലായാലും കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമം നടത്തിയിട്ടുണ്ട്. CH മുഹമ്മദ് കോയ സാഹിബും അതുപോലെ തന്നെ തുടർന്ന് വന്ന വിദ്യാഭ്യാസ മന്ത്രിമാരായ ചാക്കരി അഹമ്മദ് കുട്ടിയും അതുപോലെ തന്നെ ET മുഹമ്മദ് ബഷീർ, അഡ്വക്കേറ്റ് N സൂപ്പി ഒക്കെ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന അവസരത്തിൽ അവരുമായിട്ടുള്ള അടുത്തൊരു ബന്ധം, ആ ബന്ധം ഈ നമ്മുടെ ഈ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള സഹായകരമായ ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതും എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ ഒരു നേട്ടമായി ഞാൻ ഇപ്പോഴും കൊണ്ടു നടക്കുകയാണ്. രണ്ടായിരത്തി 2001 2002 ആണ് ഞങ്ങൾ ആദ്യമായി പരിചയപ്പെടുന്നത്. എൻ്റെ പൂർവാശ്രമത്തിലുണ്ടായിരുന്ന വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട് ഓർഫനേജുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ സേവനങ്ങളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ച് അറിയുകയും കാഞ്ഞങ്ങാട് വെച്ച് ഞങ്ങൾ ആദ്യം പരിചയപ്പെടുകയും ചെയ്തു. അന്നു മുതൽ നമ്മൾ വളരെ ആൾക്കാരെ നമ്മുടെ ജീവിതത്തിൽ പരിചയപ്പെട്ടിരുന്നെങ്കിലും പലരും പല സ്ഥാനങ്ങളിലും പല പ്രവർത്തനങ്ങളിലും ആധ്യാത്മിക രംഗത്തും എല്ലാ പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തും ഉണ്ടെങ്കിൽ ആ രംഗത്തോട് സത്യസന്ധത പുലർത്തുകയും അതുപോലെ തന്നെ അത് വളരെ നിസ്വാർത്ഥമായ രീതിയിൽ ചെയ്യുകയും അത് ആ പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരു അധികാരത്തിൻ്റെ മോഹമോ മറ്റ് സാമ്പത്തികമായ നേട്ടങ്ങളോ ഇല്ലാണ്ട് പ്രവർത്തിക്കുന്ന ഒരു മഹാവ്യക്തിത്വമാണ് അദ്ദേഹം. പദവികൾക്ക് പിറകെ തേടിപ്പോയിരുന്നില്ല. 21-ാം വയസ്സിൽ മുസ്ലിം ലീഗ് ഹോസ്ദുർഗ് താലൂക്ക് ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ സംഘടനാ നേതൃത്വത്തിന് മുഹമ്മദ് കുഞ്ഞിയുടെ പ്രവർത്തനങ്ങളിൽ സംശയമേതുമുണ്ടായിരുന്നില്ല. സമരങ്ങളും പ്രതിഷേധങ്ങളും സംഘാടനവും മാത്രമല്ല, കാസർഗോഡ് ജില്ലാ രൂപീകരണം എന്ന ചരിത്ര ദൗത്യത്തിലും നിർണായക കണ്ണിയായി. MSFന്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി, പിന്നെ അതിനുശേഷം മുസ്ലിം ലീഗിൻ്റെ നേതൃനിരയിലേക്ക് വന്നു. അപ്പോൾ ഹോസ്ദുർഗ് താലൂക്ക് ലീഗിൻ്റെ സെക്രട്ടറിക്ക് പുറമെ പിന്നീട് ഉദുമ നിയോജക മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറിയായും കാസർഗോഡ് ജില്ലാ മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറിയായും ഒരുപാട് കാലം UDFൻ്റെ ഉദുമ കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം കൺവീനറായിട്ട് ഞാൻ പ്രവർത്തിക്കുകയും ചെയ്തു. രാഷ്ട്രീയ തിരക്കുകൾക്കിടയിലും പരന്ന വായനയും ചരിത്രാന്വേഷണവും മുഹമ്മദ് കുഞ്ഞി ജീവിതത്തോട് ചേർത്ത് നിർത്തി. യാത്രകളെ ജീവിതത്തിന്റെ പാതിയെന്ന പോൽ കൂടെ കൂട്ടിയപ്പോൾ അറിവുകൾ അനുഭവമായി. 40-ലധികം രാജ്യങ്ങളിൽ ഇതിനകം യാത്ര ചെയ്തു കഴിഞ്ഞു. അവ ഓരോന്നും ജീവിതത്തിലെ അമൂല്യ നിധിയെപ്പോലെ കാത്തുസൂക്ഷിക്കുകയാണ് അദ്ദേഹം. എവിടെ തുടങ്ങണമെന്നതറിയില്ല, എൻ്റെ ഹൃദയം നിറഞ്ഞു കവിയുന്നു. ഇവിടെ ഈ ജീവിത സായന്തനത്തിൽ ഞാൻ വെറുതെ തിരിഞ്ഞു നോക്കുമ്പോൾ അറിയുന്നു എത്രയോ പേരിൻ്റെ ജീവിത വഴിയിൽ പ്രകാശം ചൊരിഞ്ഞു. സഫലമെൻ യാത്രയ്ക്ക് പൂർണ്ണതയേകിയ സകലർക്കും ഇന്നമോവാകം. സഫലമെൻ യാത്രയ്ക്ക് പൂർണ്ണതയേകിയ സകലർക്കും ഇന്നമോവാകം.
മുസ്ലിം ലീഗിന്റെ നേതൃനിരയിലേക്കുള്ള വളർച്ചയിൽ രാഷ്ട്രീയ നേതാക്കൾ സ്നേഹപൂർവ്വം മുഹമ്മദ് കുഞ്ഞിയെ ചേർത്ത് നിർത്തി. നിസ്വാർത്ഥമായി ആ സൗഹൃദങ്ങളെ അദ്ദേഹം കാത്തുസൂക്ഷിച്ചു. ജീവിതത്തിന്റെ ഓർമ്മത്താളുകളിൽ അവയോരോന്നും മങ്ങലേൽക്കാതെ അടുക്കിവെച്ചു. ഏറ്റവും വലിയ ദിഷണാശാലിയായ കഴിവുള്ള, ഞാൻ കഴിവ് എന്ന് പറയുന്നത് ഫാക്കൽറ്റിയുടെ കഴിവാണ്, ആ ഫാക്കൽറ്റിയുടെ കഴിവുള്ള മനുഷ്യസ്നേഹിയായ സി മുഹമ്മദ് കുഞ്ഞി സാഹിബ്, അദ്ദേഹം ഒരുപക്ഷെ കുടുംബത്തെ എങ്ങനെ വലിയ സമ്പന്ന ഗേഹമാക്കാം എന്നത് ആലോചിക്കുന്നതിന് പകരം നമ്മുടെ നാടിനെ എങ്ങനെ സമ്പന്നമാക്കാം എന്ന് ആലോചിച്ച് നാടിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരാളാണ്. ഈ പോക്കിൻ്റെ ഇടയിൽ അദ്ദേഹം ഞാൻ മനസ്സിലാക്കിയ എന്താണെന്ന് പറഞ്ഞാൽ, ഏറ്റവും ഒടുവിൽ 42 രാജ്യങ്ങൾ അദ്ദേഹം സന്ദർശിക്കുന്നു. ഇത് സാധാരണഗതിയിൽ ആളുകൾ ഇങ്ങനെ ഈ രാജ്യങ്ങൾ, ഞാൻ 22 രാജ്യം സന്ദർശിച്ചിട്ടുള്ളൂ. കാരണം യാത്രകൾ അറിവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഴ്സാണ്. കാഞ്ഞങ്ങാട് നഗരത്തിൽ ചന്ദ്രിക ടൈംസ് എന്ന സായാഹ്ന പത്രം പ്രസിദ്ധീകരിച്ചും പത്രങ്ങളിൽ ലേഖകനായും മാധ്യമരംഗത്തും സാന്നിധ്യമറിയിച്ചു. 2010 മുതൽ പെരിയ ഡോക്ടർ അംബേദ്കർ കോളേജിൽ PRO ആയി പ്രവർത്തിക്കുന്നു. രാഷ്ട്രീയവും യാത്രകളും ജീവിതത്തിലെ നിർണായക കണ്ണിയായപ്പോഴും തന്റെ കുടുംബത്തെ പരിഭവങ്ങൾ ഏതുമില്ലാതെ കൂടെ നിർത്താൻ മറന്നില്ല. ചെറിയ കാലം തൊട്ടേ നമ്മൾ ഉപ്പാനെ കാണുന്നത് രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തനങ്ങളിലാണ്. അപ്പോഴേ ഒരു പൊതുപ്രവർത്തന രംഗത്ത് ഉപ്പാനെ മാതൃകയാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ പരിശ്രമിച്ചിട്ടുണ്ട്. ഇപ്പം ഗൾഫിൽ പോയപ്പോഴും KMCCയിലൊക്കെ പ്രവർത്തിക്കാനുള്ള ഒരു ഊർജം ഉപ്പാൻ്റെ ആ പൊതുപ്രവർത്തനത്തിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ്. വിദ്യാഭ്യാസ പ്രവർത്തനവും രാഷ്ട്രീയവും സഞ്ചാരവും മാത്രമല്ല, എഴുത്തിന്റെ വഴിയിലും തന്റെ കയ്യൊപ്പ് ചാർത്തി. നിരവധി പുസ്തകങ്ങൾ ഇതിനകം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. വായനയെ ഊട്ടിയുറപ്പിക്കാൻ വീട്ടിൽ സ്വന്തമായൊരിടം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ലോകസഞ്ചാരം എന്ന ലഹരിയും ആവേശത്തോടെ തുടരുകയാണ്. 1987 എൻ്റെ ആദ്യ യാത്ര. അത് ഗൾഫ് നാടുകളിൽ. അന്ന് എൻ്റെ ചില സുഹൃത്തുക്കളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ നമുക്ക് കിട്ടിയിരുന്നു. അതിനുശേഷം 2009 പശ്ചിമേഷ്യയിലേക്ക് ഞാൻ പോയത്. 2 തവണ പശ്ചിമേഷ്യ, ജോർദാനും ഈജിപ്തും അതുപോലെ തന്നെ ഇസ്രായേലും ഫലസ്തീനും ഒക്കെ 2 തവണ എനിക്ക് സന്ദർശിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് ചരിത്ര പ്രദേശങ്ങൾ ഉള്ള ഒരു പ്രദേശമാണത്. പലപ്പോഴും യാത്രകളിൽ ഞാൻ പുസ്തകം കൊണ്ടുപോകും. ഒഴിവ് സമയം കിട്ടുക എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഒരു പൊതുപ്രവർത്തനം വളരെ അപൂർവമാണ്. പലപ്പോഴും യാത്രകളിലാണ് ഞാൻ എൻ്റെ പുസ്തകം വായിക്കുന്നത്. അപ്പം ഞാൻ ഇപ്പോൾ പുസ്തകത്തിന് ഞാൻ മറ്റ് തിരയാറില്ല. എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ ആവശ്യമായുള്ള പുസ്തകം ഞാൻ വാങ്ങിവെച്ച് ഒരു 1000-ലധികം വരുന്ന പുസ്തകങ്ങളുടെ ഒരു ഗ്രന്ഥശേഖരണം എൻ്റെ വീട്ടിൽ ഞാൻ ഒരുക്കിയിട്ടുണ്ട്. യാത്ര പുസ്തകം ഞാൻ SK പൊറ്റക്കാടും CH മുഹമ്മദോയാണ്. വളരെ രസകരമായിട്ടുള്ള ഒരു പുസ്തകങ്ങളാണ് അവരുടേത്. ഒരു കൊച്ചു ഗ്രാമത്തിൽ ജനിച്ച് സ്വപ്നങ്ങളെ ചിറകിലേറ്റി ലോകത്തിന്റെ പല കോണുകൾ കണ്ട മനുഷ്യൻ.
66-ാം വയസ്സിലും യാത്രകളുടെ ചൂടണയാത്ത മലയാളി. കാഴ്ചകൾ സാമൂഹിക കാഴ്ചപ്പാടുകളെ വിശാലമാക്കി. ആ യാത്ര തുടരുകയാണ്. ജീവിതമൊരു യാത്രയാണ്. യാത്രകൾ പഠനമാണ്. പഠനം സേവനമാണ്. ഇതാണ് സി മുഹമ്മദ് കുഞ്ഞിയുടെ ജീവിത പാഠം.